അമേരിക്ക അമ്പെ പരാജയപ്പെട്ടെന്ന് മുജ്തബ ഖാംനെയി. ഗൾഫ് മേഖലയിൽ നിന്ന് അമേരിക്കയെ കെട്ടുകെട്ടിക്കുമെന്ന് ഇറാൻ. ഇറാൻ വിട്ടുവീഴ്ചയില്ലാതെ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് വീണ്ടും. പശ്ചിമേഷ്യയിൽ ഗൾഫ് നാടുകളിൽ അമേരിക്കൻ സാന്നിധ്യം അശേഷമില്ലാത്ത സാഹചര്യമൊരുക്കുമെന്നാണ് മുജ്തബ ഖാംനെയി ലോകത്തോട് പറയുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നാണ് ആയത്തുള്ള മുജ്തബ ഖാംനെയി പറയുന്നത്. 2026 ഫെബ്രുവരി 28 മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ യുദ്ധം 60 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മുജ്തബ ഖാംനെയി ഇത്രയും കർശനമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 2026 ഏപ്രിൽ 30 പേർഷ്യൻ ഗൾഫ് ദിനത്തോടനുബന്ധിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അമേരിക്കക്കെതിരെയും മേഖലയിലെ സുരക്ഷയെക്കുറിച്ചും ശക്തമായ നിലപാടുകളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ അമേരിക്ക ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയുടെ സാന്നിധ്യമില്ലാത്ത ഒരു ഭാവി പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഗൾഫ് നാടുകളിൽ അമേരിക്കയുടെ മിലിറ്ററിയുടെ ഒരു പൊടി പോലുമില്ലാതെ തുരുത്തിയോടിക്കുമെന്നാണ് മുജ്തബ ഖാംനെയി പ്രഖ്യാപിച്ചത്. ഹോർമൂസ് കടലിടുക്കിന്റെയും പേർഷ്യൻ ഗൾഫിന്റെയും നിയന്ത്രണത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണെന്ന് ഖാംനെയി പറഞ്ഞു. മേഖലയിലെ വിദേശ ഇടപെടലുകൾ അവസാനിപ്പിക്കുമെന്നും അയൽ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയൊരു സുരക്ഷാ ക്രമം രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തള്ളിക്കൊണ്ട് മേഖലയിൽ പ്രതിരോധത്തിന്റെ പുതിയൊരു അച്ചുതണ്ട് സജ്ജീകരിക്കപ്പെടുമെന്ന് മുജ്തബ ഖാംനെയി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക പറയുന്ന ഉപാധികൾ ഇറാൻ ആണവായുധം സ്വന്തമാക്കാതിരിക്കലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി ഗണ്യമായി കുറയ്ക്കലുമാണ്. എന്നാൽ ഇറാന്റെ ആത്മീയ നേതാവ് അസന്നിഗ്ധമായി പറയുന്നത് ആണവ ശേഷിയും മിസൈൽ ശേഷിയും ഇറാന്റെ പ്രാണവായുവാണെന്നാണ്. രാജ്യത്തിന്റെ ആണവ മിസൈൽ ശേഷികൾ ദേശീയ സമ്പത്താണെന്നും അത് സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഏത് ആക്രമണങ്ങളെയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. അമേരിക്കയെയും മറ്റ് വിദേശ ശക്തികളെയും രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം മേഖലയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന വിദേശികൾക്ക് പശ്ചിമേഷ്യയിൽ സ്ഥാനമില്ലെന്നും അവരുടെ സ്ഥാനം കടലിന്റെ അടിത്തട്ടിലായിരിക്കുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ചുരുക്കത്തിൽ ഇറാൻ വീണ്ടും ഭയാനകമായ ഒരു യുദ്ധത്തിന്റെ നേർരേഖയിലേക്ക് ഓടിക്കയറുകയാണ് എന്ന് സാരം.